സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരും പ്രേക്ഷകർ തന്നെയല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്താണെന്ന്. എന്നെ തീരുമാനിക്കട്ടെ. ഫണ്ണാണോ, ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ കേസുകളൊക്കെ കൂടി പോകുന്നതല്ലേ, പല കേസുകളും. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. അയ്യോ, ഫസ്റ്റ് വിനായകൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീനായിരുന്നു ഉണ്ടായിരുന്നത്. പേടിച്ചെനി വറക്കാനൊരു ഇതില്ലായിരുന്നു, കാരണം അത്രയും പേടിയായിരുന്നു. ഇവരെ മുമ്പിൽ കിടന്നിട്ട് തെറ്റോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ മുമ്പ് ചിലപ്പോൾ ചിരി വരും, കാരണം അത്രയും ഫണ്ണായിട്ടാണ്. ആ കോഴിമുട്ടയൊക്കെ വായിലിടുന്ന സീനൊക്കെ ഞാൻ ഇപ്പുറത്തിരുന്ന് കാണുക. അപ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു ഇവരെ കൂടെ. സുരാജ് ചേട്ടന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡയലോഗൊക്കെ പറയാനുള്ളത് നല്ല. പടം ഭയങ്കര ഹൈപ്പാണ് കൊടുത്തത്. ഹൈപ്പ് കൊടുത്തില്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേ? പടം വിചാരിച്ചത്ര ചിലയിടത്ത് കോമഡി വർക്കൗട്ട് ആവുന്നു, ചിലയിടത്ത് വർക്കൗട്ട് ആവുന്നില്ല. വിചാരിച്ച അത്രയും വന്നിട്ടില്ല. ആവറേജ് മൂവിയാണ്. ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കോമഡി ജോണ്ടറാണ് രണ്ടുപേരും തമ്മിൽ ചെയ്ത്. വിനായൻ്റെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു, നന്നായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ആവറേജ് ആയിരുന്നു. ഹൈപ്പ് ഇത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര എന്താ ഒരു ഫ്രണ്ടിലൊക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു. ഈ ജയിലറിന് ശേഷം വിനയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയോട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ എക്സ്പെക്ടേഷൻ എന്തോരുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്നത്? തിയേറ്ററിൽ ഞാൻ കണ്ടത് അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പറയും? അടങ്ങിയുണ്ട്. താങ്ക് യു. പടം സുരാജിൻ്റെയും വിനായകൻ്റെയും ആ ഒരു കോംബോയിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെൻഡായത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ബോഡി ലാംഗ്വേജും രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഒരുപാട് കോമഡികളിലൂടെ പോയ സിനിമയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കേസ് നടത്തി അങ്ങനെ ഒരു വൈരാഗ്യം, രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈരാഗ്യം, അത് അവരുടെ ചെറുപ്പകാലത്ത് തുടങ്ങിയിട്ട് അവരുടെ ഒരു പ്രായമാവുന്നവരെ ഒന്നിലും മരണം വരെ, മരണത്തിന് ശേഷവും വരെയുള്ള ഒരു പ്രത്യേകതര ഒരു വൈരാഗ്യത്തിന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനായകന്റെ ഡാൻസിലുള്ള ഒരു സോങ്ങും ക്ലൈമാക്സ് വരുമ്പോൾ ഒരു സുരാജിന്റെ സോങ്ങും അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബോറിംഗ് എല്ലാം കണക്ട് ചെയ്ത് പോകുന്ന നല്ലൊരു സിനിമയാണ്. എനിക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ല. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സീൻസും എല്ലാവരെയും വെൽ പ്ലേസ് ചെയ്ത നല്ലൊരു മൂവി. മത്സരിച്ചുള്ള ഒരു അഭിനയമാണോ? തീർച്ചയായിട്ടും മത്സരിച്ചുള്ള അഭിനയമാണ്. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. ഇതേവരെ മേ ബി നിങ്ങൾ കണ്ടതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം, വ്യത്യസ്തമായ ഒരു മൂവിയാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഒരു പ്രേക്ഷക, ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റും. വളരെ നല്ല മൂവിയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. രണ്ടുപേരും കട്ടക്കിടന്ന് അഭിനയിക്കുന്ന സുരാജും നമ്മുടെ വിനായകനും അവരുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ്. അവര് രണ്ടും കോമ്പറ്റീറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഫ്രണ്ട്സിന്റെ കോമ്പറ്റീഷനാണ്. അവരുടെ കിടിലൻ പെർഫോമൻസ്, ഈ വർഷത്തെ കിടിലൻ പെർഫോമൻസ് ആണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. തെക്കുവടക്ക് വിനായകൻ വേഴ്സസ് സുരാജ്. ഓക്കെ, അവരെ അഭിനയം നല്ല